ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്സസ്. നമ്മളിന്ന് സോഷ്യൽ വർക്കിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. അതിലെ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ജെ സിസ്റ്റത്തിൽ തന്നെ CWC, JJB, DCPU. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ICDSനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആണ്. സോഷ്യൽ വർക്ക് practice in child protection involve a range of activities aimed at ensuring the safety and well-being of children who are at risk of abuse or neglect. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് അത് കുട്ടികളുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ടല്ലേ. കുട്ടികളുടെ സേഫ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്, അവരുടെ നന്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, അതുപോലെ ഒരു ചൈൽഡ് അബ്യൂസിൽ ഏർപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കാനായിട്ടും അവരുടെ പ്രൊട്ടക്ഷനായിട്ട് സോഷ്യൽ വർക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്. സോഷ്യൽ വർക്കേഴ്സ് in child protection advocate for the safety and well-being of children and families and work to balance a child need with those of their family. സോഷ്യൽ വർക്കേഴ്സ്, ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് നിലനിൽക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണാർത്ഥം വരുന്ന സോഷ്യൽ വർക്കേഴ്സ് അവരെന്തൊക്കെ അഡ്വക്കേറ്റ് ചെയ്യാറുണ്ട്? കുട്ടികളുടെ സേഫ്റ്റി, അവരുടെ വെൽബീയിങ്, അവരുടെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെൽബീയിങ്. ഇതെങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ആൻഡ് ടു വർക്ക് ടു ബാലൻസ് എ ചൈൽഡ് നീഡ്സ് വിത്ത് ദോസ് ഓഫ് ദ ഫാമിലി, അതുപോലെ കുട്ടിയുടെ നീഡ്, കുട്ടിയുടെ അതുപോലെ ഫാമിലിയിലുള്ള നീഡ്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സോഷ്യൽ വർക്കേഴ്സ് ചെയ്യാറുണ്ട്. They may work in variety of settings including offices, courts and homes, and may work for government agencies, non-profits, foster care facilities or as independent agent. പല മേഖലയിൽ നമുക്ക് ഈ സോഷ്യൽ വർക്ക് കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതിൻ്റെ ആപ്ലിക്കേഷൻ പറയാം. ഓഫീസുകളിൽ, അതുപോലെ കോർട്ടുകൾ, ഹോംസുകൾ, ഫോസ്റ്റർ ഹോംസ് പോലുള്ള ഹോമുകൾ, ഗവൺമെൻറ് ഏജൻസീസ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, അതുപോലെ ഫോസ്റ്റർ കെയർ ഫെസിലിറ്റീസ്, അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് NGOs പോലുള്ള ഇൻഡിപെൻഡൻറ്റ് ഏജൻസ്. ഇവരെല്ലാം പല രീതിയിൽ പല സെറ്റിങ്സിലൂടെ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നാ നോക്കാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ റിലേറ്റ് ടു ദ പ്രിവെൻഷൻ ഓഫ് ആൻഡ് റെസ്പോണ്ടിങ് ടു ചൈൽഡ് റൈറ്റ്സ് വയലേഷൻ ആൻഡ് അബ്യൂസ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളിൽ അവരിലുണ്ടാകുന്ന വയലേഷൻസ്, അവരെ അക്രമം അല്ലെങ്കിൽ അവരുടെ അബ്യൂസിനെതിരെയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെല്ലാം നമുക്ക് ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഇനി ഇതൊക്കെ എങ്ങനെ, ഈ ചൈൽഡിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഏതിലൂടെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും? റിഡ്യൂസിങ് റിസ്ക് ടു അബ്യൂസീവ്. അബ്യൂസ് ഏൽക്കുന്നതിന് അല്ലെ ആ ഒരു റിസ്കിൽ നിന്ന് അവരെന്ത് ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യുക. വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പണിസ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നാണെങ്കിലും പല രീതിയിലുള്ള അബ്യൂസുകളുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നെല്ലാം അവരെന്ത് ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യുക. റൈറ്റ്സ് റിയലൈസേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്. ഇനി അവർക്കുള്ള അവർക്കുള്ള റൈറ്റ്സ് എന്താണെന്ന് തിരിച്ചറിയുക. എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഹെൽത്ത് എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയുക. ദ റീസ്റ്റോറേഷൻ ഓഫ് ഹോപ്പ് ടു സർവൈവേഴ്സ് ഓഫ് അബ്യൂസസ്. അതുപോലെ അബ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? അവർക്കൊരു ഹോപ്പ് കൊടുക്കുക, റീസ്റ്റോർ ചെയ്യുക, തിരിച്ച് അവരെ കൊണ്ടുവരുമെന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അവരിൽ ഉണ്ടാക്കിയെടുക്കുക. ക്രിയേറ്റിംഗ് എ പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഒരു സംരക്ഷണമുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇതിനെല്ലാം ഇതിലൂടെയൊക്കെ നമുക്കൊരു ചൈൽഡ് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയാം. ഇനി ചൈൽഡ് അബ്യൂസ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിൽഡ്രൻസിൻ്റെ റൈറ്റ്സുകൾ, ഒരുപാട് റൈറ്റ്സുകൾ, ആർട്ടിക്കിൾസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് അബ്യൂസും ചൈൽഡ് റൈറ്റ്സും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത്. അതുപോലെ ചൈൽഡ് അബ്യൂസിൽ വരുന്നതാണ് ഫിസിക്കൽ, മെൻ്റൽ, സെക്ഷുവൽ, നെഗ്ലക്റ്റ്. ഇതെല്ലാം ചൈൽഡ് അബ്യൂസിൽ വരുന്നതാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് വൾണറബിലിറ്റി? ചൈൽഡ് റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ് അല്ലേ. കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താണ് വൾണറബിലിറ്റി എന്ന് ചോദിച്ചാൽ, റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് ലൈക്ലി ടു ബി ഇൻ എ റിസ്ക് സിറ്റുവേഷൻ. ഇത് ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു റിസ്കി സിറ്റുവേഷനിൽ എത്തുന്ന ഒരു അവസ്ഥ. അതുപോലെ സഫറിങ് സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കൽ. അതുപോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആകാം, ചിലപ്പോൾ അത് ഇമോഷണൽ
ഇമോഷണൽ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മെൻ്റൽ ഹാം ആയിരിക്കാം. സോ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ്, സോ അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഫുൾഫിൽ ചെയ്യാതെ അവരിൽ വരുന്ന ഒരു സഫറിങ് ഉണ്ടാകുന്ന ആ ഒരു ഇതിനെ നമുക്ക് അവർ വൾണറബിൾ ആണ് എന്ന് പറയാം. സഫറിങ് സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കലി, ചിലപ്പോൾ അത് ഫിസിക്കലി ആയിരിക്കും അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇമോഷണലി ആയിരിക്കാം, ചിലപ്പോൾ അത് മെൻ്റലി ആയിരിക്കും, സൈക്കോളജിക്കലി ഹാം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കാം. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ ദാറ്റ് മേ റിസൾട്ട് ഇൻ ദെയർ ഹ്യൂമൻ റൈറ്റ്സ് നോട്ട് ബീങ് ഫുൾഫിൽ, അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ബേസിക്സ് ആൻഡ് റൈറ്റ്സുകൾ ഫുൾഫിൽ ചെയ്യാതെ നോക്കുന്നത്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇപ്പം ഒരു പേഴ്സൺ ഒരു റിസ്കി സിറ്റുവേഷനിലാകുന്നു, അവിടെ വെച്ച് ആ ഒരു സിറ്റുവേഷനിൽ വെച്ച് സഫർ ചെയ്യുന്ന ഏത് ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സഫർ ചെയ്ത് അത് അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഫുൾഫില്ല് ചെയ്യാതെ വരുന്നതിനെയാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റിനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ചൈൽഡ് പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്റ്റിംഗ് ചൈൽഡ് ഫ്രം ഓർ അഗെയിൻസ്റ്റ് എനി പെർസീവ്ഡ് ഓർ റിയൽ ഡേഞ്ചർ ഓർ റിസ്ക് ടു ദെയർ ലൈഫ്, ദെയർ പേഴ്സൺഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ്. സോ ഒരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറയുന്നത് അവരുടെ റിയൽ ഡേഞ്ചർ, ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിന് തന്നെ എന്തെങ്കിലും റിസ്ക് ഉള്ള ഒരു കാര്യത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, രക്ഷിക്കുന്നു അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സോ ദെയർ പേഴ്സൺഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ്, അത് അവരുടെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ അവരുടെ ചൈൽഡ് എന്ന നിലയ്ക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഇനി ഇതിലൂടെ എന്ത് ചെയ്യാം, ചൈൽഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ വൾണറബിലിറ്റി റിഡ്യൂസ് ചെയ്യാം. റിഡ്യൂസിങ് ദ വൾണറബിലിറ്റി ടു എനി കൈൻഡ് ഓഫ് ഹാം ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദം ഇൻ ഹാംഫുൾ സിറ്റുവേഷൻ. സോ അവർ വൾണറബിൾ ആകാതിരിക്കാൻ, ഒരു രീതിയിൽ അവർക്ക് പുറമേ നിന്നൊരു ദോഷവും ഹാമും സംഭവിക്കാതിരിക്കാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം, വൾണറബിലിറ്റി റിഡ്യൂസ് ചെയ്യാം. അതുപോലെ ഹാംഫുൾ സിറ്റുവേഷൻസിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ എൻഷുറിങ് ദാറ്റ് നോ ചൈൽഡ് ഫോൾസ് ഔട്ട് ഓഫ് ദ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നെറ്റ്. സോ നമുക്ക് സൊസൈറ്റിയിൽ ഒരു കുട്ടികൾക്കായിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടല്ലേ, ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ട്. അവർക്ക് 14 വയസ്സിലുള്ള കുട്ടികൾക്ക് ഒരു ചൈൽഡ് ലേബർ ചെയ്തുകൂടാ. സോ അങ്ങനെ ഒരു സേഫ്റ്റി നെറ്റ് അത് ലെജിസ്ലേഷനിലൂടെയും ഒക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ട്. അപ്പം എല്ലാ കുട്ടികളും ആ ഒരു ഇതിൽ വീഴുന്നുണ്ടോ, എല്ലാ കുട്ടികളും അവിടെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. Those who do receive necessary care, protection and support so as to bring them back into the safety net. So ഇങ്ങനെ റിസീവ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ആവശ്യമുള്ള കുട്ടികളെ എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനും സപ്പോർട്ടും എല്ലാം കൊടുത്ത് അവരെ ആ ഒരു സേഫ്റ്റി നെറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. Children in difficult circumstances more vulnerable than others and need special attention. So കുട്ടികൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സർക്കംസ്റ്റൻസിൽ ജീവിക്കുന്ന കുട്ടികൾ, അതായത് ദാരിദ്ര്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികൾ, അച്ഛനോ അമ്മയോ ഇല്ല, ഒറ്റപ്പെട്ട് വളരുന്ന കുട്ടികൾ. സോ അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസിൽ വളരുന്ന കുട്ടികളെ അവർ കൂടുതൽ വൾണറബിൾ ആകാനുള്ള ചാൻസ്, മറ്റുള്ളവർ ഉപദ്രവിക്കാനും ഹാം ചെയ്യാനുമുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ എന്ത് ചെയ്യുക, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് അവരെ കൊണ്ടുവരിക. ഇനി ഇതിനായിട്ട് നിലവിലുള്ള നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ മെക്കാനിസംസ് ആണ് പറയുന്നത്. സോ എ പ്രോഗ്രാം ഫോർ ജുവനൈൽ ജസ്റ്റിസ് ഫോർ ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. സോ ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റ് ആണ് പറയുന്നത്. സോ ആക്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആക്ട് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്, കുട്ടികൾ നിയമവുമായിട്ട് കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുട്ടികളുമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആക്ട് ആണല്ലേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. സോ അപ്പം അങ്ങനെ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോസ്, അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത്. ഇനി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻ. സോ ഇൻ്റഗ്രേറ്റഡ് സ്ട്രീറ്റ് ചിൽഡ്രൻ ആയിട്ടുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ ചൈൽഡ് ലൈൻ സർവീസ്, കുട്ടികൾക്കായിട്ട് ഉള്ള ചൈൽഡ് ലൈൻ സർവീസസ് ഉണ്ട്. ഇനി അതുപോലെ സ്കീം ഫോർ അസിസ്റ്റൻസ് ടു ഹോംസ് ഫോർ ചിൽഡ്രൻ. സോ കുട്ടികൾക്കായിട്ടുള്ള വീട്, അങ്ങനെയുള്ള വീട്, ശിശുഗ്രഹ എന്ന് നമ്മൾ പറയും, ശിശുഗ്രഹ എന്ന് പറയും. സോ അത് വീടില്ലാത്ത കുട്ടികൾക്ക് അവരെ മാതാപിതാക്കളില്ലാത്ത കുട്ടികളെ കൊണ്ട് താമസിപ്പിക്കുന്നു. സോ അതിനെയാണ് ശിശുഗ്രഹ എന്ന് പറയുന്നത്. അതുപോലെ സ്കീം ഫോർ വർക്കിംഗ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് ഇസ് രാജീവ് ഗാന്ധി നാഷണൽ ക്രീഷേ സ്കീം ഫോർ ദ ചിൽഡ്രൻ ഓഫ് വർക്കിംഗ് മദേഴ്സ്. സോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പൈലറ്റ് പ്രോജക്റ്റ് ടു കോമ്പാറ്റ് ദ ട്രാഫിക്കിംഗ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫോർ കൊമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. സോ ഇതൊരു പ്രോജക്റ്റിൻ്റെ പേരാണ് പറയുന്നത്. കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ കൊമേഴ്ഷ്യലി അവർ ഇൻറ്റേർണൽ ഓർഗൻസിന് വേണ്ടി
ട്രാഫിക് ചെയ്യുക, അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നെല്ലാം അവർ തടയാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് കോമ്പാറ്റ് ദ ട്രാഫിക്കിംഗ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഫോർ കൊമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. ഇനി നെക്സ്റ്റ് ആണ് CARA എന്ന് പറയും, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി എന്ന് പറയും. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി എന്ന് പറയുന്നത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻ്റർ കൺട്രി അഡോപ്ഷൻ ആണ്. സോ ഇൻ്റർ കൺട്രി അഡോപ്ഷൻ എന്ന് പറയുന്നത് ഒരു കൺട്രി മറ്റു കൺട്രിയിലോട്ട് കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറേ ലീഗൽ ഫോർമാലിറ്റീസും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ അതെല്ലാം പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഏജൻസിയാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി. ഇത് തന്നെ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയും വരും. സോ അത് നമ്മളിനി ICPS അതായത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്, ICDS പോലെ തന്നെ കുട്ടികളുടെ പ്രൊട്ടക്ഷനായിട്ട് ആവശ്യമാണ്. സോ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഇതെല്ലാം, ജുവനൈൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ അപ്പോൾ ആ ഒരു സ്കീം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൽ ഇതെല്ലാം വരും, ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിൽ ഇതെല്ലാം വരുന്നുണ്ട്. സോ അതിൽ മെയിനായിട്ട് ഇത് ഓർക്കേണ്ടത് ഇത് ഇൻ്റർ കൺട്രി അഡോപ്ഷനാണ്. സോ മറ്റ് രാജ്യങ്ങളിലോട്ട് അഡോപ്ഷൻ നടക്കുന്നതിനാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി എന്ന് പറയുന്നത്. ഈ നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ്, സോ NCLP എന്ന് പറയും, നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ഓഫ് ചൈൽഡ് ലേബറേഴ്സ്. സോ ചൈൽഡ് ലേബർ ഇതിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ റീഹാബിലിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ്. സോ NCLP എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് ഫോക്കസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. സോ കെയർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടികളിൽ അവർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫോക്കസ് ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. found without any home or settled place or residence and without any supposed means of subsistence. സോ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കെയർ കൊടുക്കേണ്ട കുട്ടികളെന്ന് പറയുന്നത് അവരെങ്ങനെയായിരിക്കണോ, വീടൊന്നുമില്ലാതെ പ്രത്യേകിച്ച് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാനില്ലാതെ അങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വരുമാനം ഇല്ലാതെ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ വഴിമുട്ടി നിൽക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യുക, കണ്ടെത്തുക. resides with a person, whether a guardian of the child or not. So, and such person has threatened to kill or injure the child and there is a reasonable likelihood of the threat being carried out, or has killed, abused or neglected some other child or children, and there is a reasonable likelihood of the child in question being killed, abused or neglected by that person. So ഇനി അതുപോലെ തന്നെ പാരൻസ് ഉണ്ട് അല്ലെങ്കിൽ ഗാർഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. സോ അവരെന്ത് ചെയ്യുന്നു, അവർ താമസിക്കുന്ന പാരൻ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഒരു രീതിയിലും ഇഞ്ചേർഡ് അല്ലെങ്കിൽ ഉപദ്രവിക്കില്ല എന്നോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യില്ല എന്ന് ഉറപ്പ് വരുന്ന ഒരു കുട്ടികൾക്ക് ഉറപ്പുള്ള കുട്ടികളെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കാം. ഇപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാർഡിയനാണ് നോക്കുന്നത്, പക്ഷെ അവർ കുട്ടിയുടെ ജീവന് ഹാനികരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ കുട്ടിയോട് ചെയ്യുന്നുണ്ടെങ്കിൽ സോ അവർക്ക് എന്ത് ചെയ്യാം, അവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. സോ അതാണ് അടുത്ത ഫോക്കസ്. ഇനി മെൻ്റലി ഓർ ഫിസിക്കലി ചാലഞ്ച്ഡ്, ടെർമിനൽ ഡിസീസസ് ഓർ ഇൻക്യൂറബിൾ ഡിസീസസ്, നോ വൺ ടു സപ്പോർട്ട് ഓർ ലുക്ക് ആഫ്റ്റർ ഹിം ഓർ ഹെർ. സോ ചിലപ്പോൾ ചില കുട്ടികൾ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരെ നെഗ്ലക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ HIV പോലുള്ള ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ഉള്ളവരെ, സോ ആരുമില്ലാതെ സപ്പോർട്ട് ചെയ്യാനില്ല അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ലാത്ത കുട്ടികളെയൊക്കെ ഈ ഒരു കെയർ പ്രൊട്ടക്ഷനിൽ ചൈൽഡ് പ്രൊട്ടക്ഷനിൻ്റെ ഫോക്കസ് ഏരിയയിൽ കൊണ്ടുവരാം. ഇനി പാരൻ്റ് ഓർ ഗാർഡിയൻ ഈസ് അൺഫിറ്റ് ഓർ ഇൻകപ്പാസിറ്റേറ്റഡ് ടു കെയർ ഫോർ ഓർ സൂപ്പർവൈസ് ദ ചൈൽഡ്. സോ ഇനി കുട്ടിക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇപ്പോൾ ഗാർഡിയനോ എല്ലാം കാണും, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ കുട്ടിയെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാനോ ഉള്ള ഒരു കഴിവില്ല അല്ലെങ്കിൽ അവർ അൺഫിറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യാം, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. He does not have a parent and no one is willing to take care of parents have abandoned, missing or run away child. Parents cannot be found after reasonable inquiry. So പാരൻസ് ഇല്ലാത്തത്, ചിലപ്പോൾ പാരൻസ് കാണും പക്ഷേ അവർക്കത് കുട്ടിയെ ഏറ്റെടുക്കാനുള്ള മനസ്സില്ലാതെ വരിക അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ആ കുട്ടിയെ ഉപേക്ഷിച്ചു, കുട്ടിയെ നോക്കാൻ പറ്റാതെ അവരെങ്ങോട്ടെങ്കിലും ഓടിപ്പോയി. സോ ഇങ്ങനെയുള്ളവർ പാരൻസിനെ കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ റീസണബിളായിട്ട് ഇൻക്വയറി നടത്തി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, പാരൻസ് ഇല്ലാത്ത കുട്ടികളെ കെയർ ചെയ്യുക.
is being or is likely to be grossly abused, tortured or exploited for the purpose of sexual abuse or illegal act. സോ ഇങ്ങനെയുള്ള കുട്ടികളെ, ആരുമില്ലാത്ത കുട്ടികളെയൊക്കെ എന്ത് ചെയ്യുക, അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ഷലി ഹറാസ് ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിനൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ അവരെയൊക്കെ കെയർ ചെയ്യുക. ഇസ് ഫൗണ്ട് വൾണറബിൾ ആൻഡ് ഇസ് ലൈക്ലി ടു ബി ഇൻഡക്റ്റഡ് ഇൻ ടു ഡ്രഗ് അബ്യൂസ് ഓർ ട്രാഫിക്കിങ്. സോ ഈ വൾണറബിൾ ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാം, ഡ്രഗ് അബ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുപോലെ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇസ് ബീയിങ് ഓർ ഇസ് ലൈക്ലി ടു ബി അബ്യൂസ്ഡ് ഫോർ അൺകൺസീസണബിൾ ഗെയിൻസ്. സോ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുക, അബ്യൂസ് ചെയ്യാം. സോ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. വിക്ടിം ഓഫ് എനി ആംഡ് കോൺഫ്ലിക്റ്റ്, സിവിൽ കമോഷൻ ഓർ നാച്ചുറൽ കലാമിറ്റി. സോ അതുപോലെ എന്തെങ്കിലും യുദ്ധം നടന്നതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളാണോ, അല്ലെങ്കിൽ ഒരു കലാമിറ്റി, ദുരന്തം നടന്ന സമയത്ത് ആരും ഇല്ലാതായിപ്പോയ കുട്ടികൾ കാണാം. സോ അവരെയൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള വിക്ടിംസിനായിട്ടുള്ള കുട്ടികൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. സോ പിന്നെ രണ്ട് കാര്യങ്ങൾ ഇത് വരല്ലേ, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോയും ചൈൽഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ലോയും. സോ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്നത് വൺ ഹു ഈസ് അലീഗ് ടു ഹാവ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. സോ ഇവിടെ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടി ഒരു തെറ്റ് ചെയ്തു, ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഒഫൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവന് ആ നിയമവുമായിട്ട് പോരാടേണ്ടി വരുന്നു. സോ അതിനാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. ഇനി ചൈൽഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ലോ എന്ന് പറയുന്നത് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തോ ആരോ ചെയ്ത ഒരു തെറ്റ് അവൻ കാണുകയോ അല്ലെങ്കിൽ അതിന് വിക്ടിം ആവുകയോ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും അവനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വിറ്റ്നസ് ചെയ്യുകയോ ചെയ്യുന്നതിന് നമുക്ക് ചൈൽഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ലോ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവന് തന്നെ ആവാം എന്ത് ചെയ്യുന്നത്, ഉപദ്രവേൽക്കുന്നത്. സോ അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ ചൈൽഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ലോ എന്ന് പറയും. അവൻ തെറ്റ് ചെയ്തില്ല, പക്ഷെ അവന് അവൻ വിറ്റ്നസ് ആണ്, അല്ലെങ്കിൽ അവനൊരു വിക്ടിമാണ്, അവൻ ആരെങ്കിലും ഉപദ്രവിച്ചു അല്ലെങ്കിൽ അവന് എന്തെങ്കിലും മിസ്യൂസ് ചെയ്തു. സോ അങ്ങനെയാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൻ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ളതിനാണ് ചൈൽഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ലോ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചൈൽഡ് ഇതിൽ അപ്രോച്ചസുകളാണ് നമ്മൾ പറയുന്നത്. സോ പ്രിവെൻറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ആൻഡ് സപ്പോർട്ട് വൾണറബിൾ ഫാമിലി. സോ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള ഫാമിലീസിനെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. ട്രെയിൻ ഡിസ്ട്രിക്ട് ലെവൽ ഫങ്ഷണറീസ്, നെറ്റ്വർക്കിംഗ് ആൻഡ് ലിങ്കേജ് വിത്ത് വില്ലേജ് ആൻഡ് ബ്ലോക്ക് ലെവൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. സോ ഈ വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മളിനി ഡിസ്കസ് ചെയ്യും. സോ അങ്ങനെയുള്ള വില്ലേജ് ലെവലിലുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രൊട്ടക്ഷൻ ഏജൻസിയിലോട്ട് ഇവരെ എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്ത് കൊടുക്കുക. ICDS ഫങ്ഷണറീസ്, NGOs, ലോക്കൽ ബോഡീസ്, ഇങ്ങനെയുള്ളവരുമായിട്ട് ഇവരെ ലിങ്ക് ചെയ്യുക. ഇനി അടുത്ത പ്രൊമോഷൻ ഓഫ് ഫാമിലി ബേസ്ഡ് കെയർ ആണ്. സോ കോൺഷ്യസ് ഷിഫ്റ്റ് ഫാമിലി ബേസ്ഡ് കെയർ ഇൻക്ലൂഡിങ് സ്പോൺസർഷിപ്പ്, കിൻഷിപ്പ് കെയർ, ഫോസ്റ്റർ കെയർ ആൻഡ് അഡോപ്ഷൻ. സോ കുട്ടിക്ക് ഫാമിലി ബേസ്ഡ്, ആരും ഇല്ലാത്ത കുട്ടിക്ക് അവൻ പുതിയൊരു ഫാമിലി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇത് കൊടുക്കുക. സോ അതാണ് ഫാമിലി ബേസ്ഡ് കെയർ, പ്രൊമോഷൻ ഓഫ് ഫാമിലി ബേസ്ഡ്. സോ ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ, ഫോസ്റ്റർ കെയർ അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫോസ്റ്റർ വില്ലേജ്, SOS വില്ലേജ് എന്നൊക്കെ പറയും. സോ അവിടെ എന്ത് ചെയ്യും, ആരും ഇല്ലാത്ത ഒരു കുട്ടിയും അതേപോലെ ആരും ഇല്ലാത്തൊരു അമ്മയും അവരെ എന്ത് ചെയ്യും, ഫോസ്റ്റർ മദർ എന്നുള്ള രീതിയിൽ വളർത്തി കൊണ്ടുവരും. അവർക്ക് കുട്ടിക്ക് അച്ഛനും അമ്മ ഇല്ലാത്തത് അമ്മയിൽ നിന്ന് കിട്ടും, അമ്മയ്ക്ക് ആരുമില്ലാത്ത ഒരു ഇത് ആ കുട്ടിയിൽ നിന്ന് കിട്ടും. സോ ആ ഒരു ഫാമിലി ബേസ്ഡ് കെയർ പ്രൊമോട്ട് ചെയ്യുക. സോ പീരിയോഡിക് റിവ്യൂ ഓഫ് ചിൽഡ്രൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഫോർ റിസ്റ്റോറേഷൻ ഓഫ് ടു ഫാമിലീസ്. അതുപോലെ ഫിനാൻസിങ് കൊടുക്കുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് വിൽ ബി ഡിസ്ബേഴ്സ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട്ട് കൊടുക്കുക. So in here the integrated service provision range of services interference with various sectors including health, education, judiciary, police and labor to cater to the multiple needs of children in difficult circumstances. So കുട്ടി ഏതെങ്കിലും ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസിലുള്ള കുട്ടിക്ക് അവർക്ക് ആവശ്യമുള്ള എന്താണോ ഇതിലോട്ട് കൊടുക്കുക. ഇപ്പോൾ പോലീസിൻ്റെ ആവശ്യമാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ലേബർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതിൽ പല നീഡ്സ് ഉണ്ട്. സോ അതനുസരിച്ച് കൊടുക്കുക. ഏതാണോ നീഡ് അതനുസരിച്ചുള്ള സർവീസ് പ്രൊവിഷൻസ് പറയുക.
ഇനി കണ്ടിന്യൂം ഓഫ് സർവീസസ് എസ് ഫീസിബിൾ കെയർ പ്ലാൻ ഫോർ ഈച്ച് ചൈൽഡ്. ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ത്രൂ പ്രൊഫഷണൽ അസസ്മെൻറ്റ് പീരിയോഡിക്കലി റിവ്യൂഡ് ആൻഡ് അഡ്ജസ്റ്റ്. സോ ഒരു സർവീസ് കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കായിട്ടുള്ള ഇൻഡിവിജ്വൽ കെയർ പ്ലാൻസ് കൊടുക്കുക. അതൊരു പ്രൊഫഷണൽ അസസ്മെൻറ്റിലൂടെയൊക്കെ കൊടുക്കുക. പീരിയോഡിക്കലി ഇത് റിവ്യൂ ചെയ്ത് അതുമായിട്ട് കുട്ടികൾ അഡ്ജസ്റ്റഡ് ആണോ എന്നുള്ള കാര്യം ഒരു ഇവാലുവേഷൻ നടത്തുക. ഇപ്പോൾ നടക്കുന്ന കെയറിലിരിക്കുന്ന ചൈൽഡ് പ്രൊട്ടക്ഷനിലിരിക്കുന്ന കുട്ടികളുടെ ഒരു ഇവാലുവേഷൻ നടത്തുക. അതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവീസ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുക. സർവീസസ് ക്ലോസർ ടു വൾണറബിൾ ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് ഫോർ ഇൻക്രീസ്ഡ് അസസ്. സോ കമ്മ്യൂണിറ്റി ബേസ്ഡ് സർവീസ് കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വില്ലേജിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ സർവീസുകൾ അസസ് ചെയ്യാൻ പറ്റും. ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു ഫോക്കസ് ഓൺ ലോക്കൽ നീഡ്സ്. സോ നീഡ്സ് അനുസരിച്ച് പ്ലാനിങ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യുക, പുതിയ തലത്തിലോട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് സ്റ്റേറ്റിൽ നിന്ന് റീജിയണൽ, നാഷണൽ. സോ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ഡീസെൻട്രലൈസ് ചെയ്തു പോകുക. അത് നീഡ് എന്താണോ അതിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിൽ സ്പെസിഫിക് നീഡ് അനുസരിച്ച് അതിനെ കൊണ്ടുപോവുക. Partnership building and community empowerment. Developing close working relation between government structures, civil society organization, including corporate and communities. സോ അതുപോലെ ഗവൺമെൻറ് സ്ട്രക്ചേഴ്സുമായിട്ട് ചേർന്ന് നിന്ന് ഒന്നിച്ച് ക്ലോസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുക. സോ അതുപോലെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, അതായത് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസൊക്കെയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലൂടെ ഒരു ഇത് ഫോം ചെയ്ത് അവർക്കായിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. ക്വാളിറ്റി കെയർ സ്റ്റാൻഡേർഡ് ഫോർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. സോ കെയർ കൊടുക്കുന്നത് അത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം, സ്റ്റാൻഡേർഡ് ആയിരിക്കണം. സോ ഇതാണ് പെർട്ടൈനിങ് ടു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്, പ്രോട്ടോകോൾ, ഗൈഡ് ലൈൻ ഫോർ സർവീസസ്, ഓപ്പറേഷണൽ മാനുവൽ ഫോർ ഫങ്ഷനിങ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. സോ കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചുമ്മാ ഒരാൾക്ക് ചെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ്, അതിന് ഓരോ പ്രോട്ടോകോൾസ് ഉണ്ടല്ലേ, ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് നിയമാനുസൃതമായിട്ടുള്ള ഓരോ ബോഡീസാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതെല്ലാം എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്റ്റാൻഡേർഡ് എല്ലാം ഉറപ്പ് വരുത്തുക. അതുപോലെ ബിൽഡിംഗ് കപ്പാസിറ്റീസ്, റെഗുലർ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ഓൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് ഫങ്ഷണറീസ് ടു എക്വിപ്പ് and enhance their skills, sensitivities, knowledge on child rights and standard of care and protection. So ഇത് കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസസിന് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ്, അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനായിട്ടുള്ള റെഗുലർ ട്രെയിനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അവരിൽ എത്തിക്കുക. ഇനി മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ആൻഡ് മോണിറ്റർ ദ ഔട്ട്കംസ്, റെഗുലർ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. സോ ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരണം അല്ലേ, എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ, കറക്റ്റ് ഒരു പ്രോപ്പർ ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ആ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം കറക്റ്റായിട്ട് വേണം. സോ ഏതൊക്കെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റവും അത് മോണിറ്റർ ചെയ്യുകയും വേണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. സോ ഇനി അടുത്തതാണ് ICPS, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയും. സോ ഇതിൻ്റെ കീഴിൽ ഇതിന് മെയിനായിട്ട് നമുക്ക് മൂന്നായിട്ട് ഇതിൻ്റെ ഫങ്ഷൻസിനെ കാറ്റഗറൈസ് ചെയ്യാം. സോ ഒന്നിൽ കെയർ സപ്പോർട്ട് ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസ്, ഈ ICPS പ്രോഗ്രാം വഴി അല്ലെങ്കിൽ സ്കീം വഴി കൊടുക്കുന്ന ഒന്നാമത്തതാണ് കെയർ സപ്പോർട്ട് റിഹാബിലിറ്റേഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാറ്റ്യൂട്ടറി സപ്പോർട്ട് സർവീസ്, നിയമാനുസൃതമായിട്ടുള്ള സപ്പോർട്ട് സർവീസുകൾ, അതുപോലെ മറ്റ് ആക്ടിവിറ്റീസ്. സോ ICPS brings several existing child protection program under one umbrella and initiate new interventions. സോ ഈ ചൈൽഡ് കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രോഗ്രാംസുകളും എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പ്രോഗ്രാമിനെയാണ് ICPS എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്നത്. സോ അതുപോലെ പുതിയ ഇനിഷ്യേറ്റീവ്സ്, അതുപോലെ പുതിയ ഇൻ്റർവെൻഷൻസ് എല്ലാം ഇതിൻ്റെ ഒരു കീഴിലാണ് വരുന്നത്. ഇനി അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. കെയർ സപ്പോർട്ട് ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസസ് വരുന്നത് എമർജൻസി ഔട്ട്റീച്ച് സർവീസ് ടു ചൈൽഡ് ലൈൻസ്, കുട്ടികളെ എന്തെങ്കിലും എമർജൻസി ഔട്ട്റീച്ച്
അപകടത്തിലുള്ള കുട്ടികളെ അവരിലോട്ട് എത്തുന്ന ഒരു ഫോൺ കോളിലൂടെ അവരിലോട്ട് എത്താം. അവർ ഈ 1098 എന്ന ചൈൽഡ് ലൈൻ നമ്പറിലോട്ട്, അതായത് 24 മണിക്കൂറും വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈനാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇതിലൂടെ വിളിച്ച് പറഞ്ഞാൽ ഏത് കുട്ടിക്കാണോ അവിടെ ഡേഞ്ചർ, സോ അവിടെ അവർ എത്താം. സോ ഇതിലൂടെ അത് എമർജൻസി ഔട്ട്റീച്ച് സർവീസ് ത്രൂ ചൈൽഡ് ലൈനിലൂടെ എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ ദുരിതത്തിലുള്ള കുട്ടിയിൽ എത്താൻ പറ്റും. ഇതൊരു 24 മണിക്കൂർ ഉള്ള ഒരു ഫോൺ സർവീസാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. 24/7 എമർജൻസി ഫോൺ ഔട്ട്റീച്ച് സർവീസാണ്. സർവീസ് ക്യാൻ ബി അസസ്ഡ് ബൈ എ ചൈൽഡ് ഇൻ ഡിഫിക്കൽറ്റി ഓർ ആൻ അഡൾട്ട് ഓൺ ഹിസ് ബിഹാഫ് ബൈ ഡയലിംഗ് 1098. ഇനി ഈ ദുരിതത്തിൽ അനുഭവിക്കുന്ന കുട്ടി തന്നെ വിളിക്കണമെന്നില്ല. ആ കുട്ടിയുടെ പേരിൽ കാണുന്ന ആരെങ്കിലും, ആ കുട്ടിയെ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ട് മറ്റൊരാൾക്കും ഈ ഒരു നമ്പറിലോട്ട് വിളിച്ച് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ്, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. സോ ബൈ ചൈൽഡ് ലൈനിൻ്റെ നമ്പറാണ് 1098 എന്നുള്ളത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1999 ഈ ചൈൽഡ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഇനി ഇപ്പോൾ 83 സിറ്റീസ്, ഈ കൺട്രി മൊത്തത്തിൽ 83 സിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്. ഓപ്പൺ ഷെൽട്ടേഴ്സ് ഫോർ ചിൽഡ്രൻ ഇൻ നീഡ് ഇൻ അർബൻ ആൻഡ് സെമി അർബൻ ഏരിയ. സോ ഇനി ഓപ്പൺ ഷെൽട്ടേഴ്സ്, സോ ആവശ്യമുള്ള ആരുമില്ല നോക്കാനില്ലാത്ത കുട്ടികൾക്ക്, സോ അത് അർബൻ ആണെങ്കിലും സെമി അർബൻ ഏരിയാസിലുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള ഓപ്പൺ ഷെൽട്ടേഴ്സാണ്. എ സ്പേസ് ഫോർ ചിൽഡ്രൻ വെർ ദേ ക്യാൻ പ്ലേ, യൂസ് ദെയർ ടൈം പ്രൊഡക്റ്റീവ്ലി ആൻഡ് എൻഗേജ് ദംസെൽഫ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ദാറ്റ് വുഡ് എൻകറേജ് മീനിങ് ഫുൾ പിയർ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻ്ററാക്ഷൻ. സോ ഇതാണ് ഓപ്പൺ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് ഒരു ICPSൻ്റെതാണ്. ഇതിലൂടെ കുട്ടികൾക്ക് ഒരു ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്തു, ഒരു ഓപ്പൺ ഷെൽട്ടർ പ്രൊവൈഡ് ഒന്നിച്ച് ഒരേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ ഈ ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോമാണ് ഓപ്പൺ ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫാമിലി ബേസ്ഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ത്രൂ സ്പോൺസർഷിപ്പ്. സോ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആണ്. അത് സ്പോൺസർഷിപ്പ് വഴി അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുക, അതായത് ഫോസ്റ്റർ കെയർ, അഡോപ്ഷൻ, ആഫ്റ്റർ കെയർ, സോ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ICPSൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസസ് ആണെങ്കിൽ ഷെൽട്ടർ ഹോംസ്, ചിൽഡ്രൻ ഹോംസ്, ഒബ്സർവേഷൻ ഹോംസ്, സ്പെഷ്യൽ ഹോംസ്, സ്പെഷ്യലൈസ്ഡ് സർവീസ് ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സോ സ്പെഷ്യൽ നീഡ്സ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ, സോ ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസുകളും ICPSൻ്റെ കീഴിൽ വരുന്നുണ്ട്. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി സപ്പോർട്ട് സർവീസസ് ആണ്. സോ ഈ ICPSന് കൊടുക്കുന്ന നിയമാനുസൃതമായ സപ്പോർട്ട് സർവീസസ് എന്ന് പറയുമ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് വരും. സോ നമുക്ക് സിലബസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡും DCPCU ആണ് ഉള്ളത്. സോ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ഫൈനൽ അതോറിറ്റി ടു ഡിസ്പോസ് ഓഫ് കേസസ് ഫോർ ദ കെയർ, പ്രൊട്ടക്ഷൻ, ട്രീറ്റ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ in need of care and protection and to provide for their basic needs and protection of human rights. സോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ച് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ഫൈനൽ അതോറിറ്റിയാണ്. സോ ഒരു കേസ് നടക്കുമ്പോൾ അവരുടെ കുട്ടിയുടെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിയെ എങ്ങനെ റിഹാബിലിറ്റേറ്റ് ചെയ്യാം, സോ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കെയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് നീഡ്സും കുട്ടിയുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ബോർഡാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് നോക്കും. അടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്, ടു ഡീൽ വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ജുവനൈൽസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. സോ ഇത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ജുവനൈൽ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇവിടെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ. ഇനി സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ആണ്, ടു കോർഡിനേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ദ പോലീസ് ഇൻ്റർഫേസ് വിത്ത് ചിൽഡ്രൻ. സോ ഇനി ഇതല്ലാതെ ഇനിയുള്ള മറ്റ് ആക്ടിവിറ്റീസാണ് അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫോർ സ്ട്രെങ്തനിങ് കൗൺസിലിംഗ് സർവീസസ്. സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, കൗൺസിലിംഗ് സർവീസസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ പല പ്രൊഫഷണൽസിൽ യൂസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ദുരിതത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ റിസ്കിലുള്ള ഫാമിലീസിന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. സോ സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ആണെങ്കിലും സൈക്കോളജിസ്റ്റുകളാണെങ്കിലും അവർക്കെല്ലാം എന്ത് ചെയ്യുക, അവരെല്ലാം
അവരെ ഉപയോഗിച്ചുകൊണ്ട് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സോ ഓരോ പോലീസ് സ്റ്റേഷൻസിലും ഓരോ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് കാണും അല്ലേ, അവിടെ വരുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് സെഷൻസ് പോലുള്ളതൊക്കെ കൊടുക്കുക. സോ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ് പ്രൊവൈഡ് ചെയ്യുക. നോഡൽ റെസ്പോൺസിബിലിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. സോ ആവശ്യമുള്ള ഇത് ഈ NIPCCD ഒക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. സോ അവിടെ ഇത് കുട്ടികളിൽ അവിടെ റിസർച്ച് നടത്താനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഏജൻസിയാണ്. ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഒരു ഏജൻസിയാണ് NIPCCD എന്ന് പറയുന്നത്. Strong networking and coordination with the National Commission for Protection of Child Rights, National Institute of Social Defense, National Institute of Mental Health and Neurosciences. സോ NIMHA NSS ഒക്കെ നോർത്ത് വെച്ചിരിക്കുക. ആ ഒരു ഡെഫിനിഷൻസ് മാത്രം ഇച്ചിരി ഇങ്ങനെയുള്ള ഏജൻസികളുമായിട്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ലൊരു സ്ട്രോങ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്. സോ അപ്പോൾ പ്രോബ്ലംസ് വന്നാൽ ഈ ഓരോ ഏത് ഏജൻസിയാണോ വേണ്ട അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യാം. ജുഡീഷ്യൽ അക്കാഡമീസ്, പോലീസ് ട്രെയിനിങ് സ്കൂൾസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അക്കാഡമീസ്. സോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ അവിടെയുള്ള വ്യക്തികളുടെ ട്രെയിനിങ്ങും കപ്പാസിറ്റി ബിൽഡിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഏജൻസീസാണ് സോ ഇതൊക്കെ പറഞ്ഞത്. സോ അപ്പോൾ NISD എന്താണ്, NIMHA NS ഒക്കെ എന്താണെന്നൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി സ്ട്രെങ്തനിങ് ദ നോളജ് ബേസ്, റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. സോ ഈ ഏരിയയെക്കുറിച്ച് ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ചും ഡോക്യുമെൻറ്റേഷനും ഒക്കെ നോക്കുക. ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം, വെബ്സൈറ്റ് ഫോർ മിസ്സിംഗ് ചിൽഡ്രൻ, കാണാതായ കുട്ടികൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകൾ തുറക്കുക. സോ അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും ഇങ്ങനെ കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നോളജ് ബേസിൽ സ്ട്രെങ്തൻ ചെയ്യുക. ഇനി അഡ്വക്കസി, പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ മാസ് മീഡിയയിലൂടെ അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്ലേസിലൂടെ ഡിസ്കഷൻ ഫോറംസ്, പ്രിൻറ്റിംഗ് ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, IEC മെറ്റീരിയൽസ്, കൺസൾട്ടേഷൻ ആൻഡ് അഡ്വക്കസി വർക്ക്ഷോപ്സ്. സോ കുട്ടികളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അവരുടെ പ്രൊട്ടക്ഷനായിട്ട് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അത് ചിലപ്പം സ്ട്രീറ്റ് പ്ലേസിലൂടെ അല്ലെങ്കിൽ നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ ഡിസ്കഷൻസിലൂടെ അല്ലെങ്കിൽ പ്രിൻറ്റിങ്, നമ്മൾ സിനിമയിലൊക്കെ കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് കുറ്റകൃത്യമാണ്. സോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യും, ഇതിനെയൊക്കെ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഇനി മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ ചെയർപേഴ്സൺ, ജില്ലാ പരിഷത്ത് ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അസിസ്റ്റഡ് ബൈ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി, DCPC എന്ന് പറയും. ഇനി സ്റ്റേറ്റ് ലെവൽ ആകുമ്പോഴത്തേക്കും സ്റ്റേറ്റ് സെക്രട്ടറി ആണ്. സോ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. സോ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ ആരുടെ സഹായത്തോടുകൂടി, സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയാണ്. സോ ഇനി ഇതിന് ICPSൻ്റെ സ്ട്രക്ചറാണ്. നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ പറയാം, സ്റ്റേറ്റ് ലെവൽ, റീജിയണൽ ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. സോ ഇങ്ങനെ 4 തലങ്ങളിലായിട്ടാണ്. ഏറ്റവും താഴെ അല്ലെങ്കിൽ ബേസ് ലെവൽ എന്ന് പറയുന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുന്നത്. സോ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി എന്ന് പറയും. സോ ഡിസ്ട്രിക്ട് ലെവലിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയാണ്, അതായത് DCPS ആണ് സൊസൈറ്റി. സോ ഇത് ബേസിക് യൂണിറ്റ്. സോ ഈ യൂണിറ്റിലാണ് ആദ്യം പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടിയെ കൊണ്ടുവരികയും അതിനാവശ്യമുള്ള സ്കീംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കുട്ടിക്ക് ആവശ്യമുള്ള സ്കീമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് DCPS ആണ്. സോ അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ആണ്. ഇനി അടുത്തതാണ് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. സോ ഇതാണ് നമുക്ക് സിലബസിൽ കിടക്കുന്ന DCPC. സോ അണ്ടർ ദ ചെയർപേഴ്സൺഷിപ്പ് ഓഫ് ദ ചെയർപേഴ്സൺ, സോ ജില്ലാ പരിഷത്ത് ടു മോണിറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ICPS. സോ ഇവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജില്ലാ പരിഷത്ത് ആണ് എന്ത് ചെയ്യുന്നത്, ICPS കൊണ്ടുവരുന്ന പ്രോഗ്രാംസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിനെയൊക്കെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് DCPC കമ്മിറ്റിയാണ്. സോ ഇവിടുത്തെ ചെയർപേഴ്സൺഷിപ്പ് എന്ന് പറയുന്നത് ജില്ലാ പരിഷത്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ചെയർപേഴ്സൺ ആണ് ഇതെല്ലാം മോണിറ്റർ ചെയ്ത് ആവശ്യമായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ICPS ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീംസ് കൊണ്ടുവരുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പുതിയ ഇൻ്റർവെൻഷൻസ് ഇതെല്ലാം കൊണ്ടുവരുന്നത്, ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. സോ അതിൽ ജില്ലാ പരിഷത്ത് അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ് ഇത്
നോക്കുന്നത്. ഇനി അടുത്ത സ്പോൺസർഷിപ്പ് ആൻഡ് ഫോസ്റ്റർ കെയർ അപ്രൂവൽ കമ്മിറ്റി ഉണ്ട്. സോ അടുത്ത കമ്മിറ്റിയാണ് സ്പോൺസർഷിപ്പ് ആൻഡ് ഫോസ്റ്റർ കെയർ അപ്രൂവൽ കമ്മ്യൂണിറ്റി ടു റിവ്യൂ ആൻഡ് സാങ്ഷൻ സ്പോൺസർഷിപ്പ് ആൻഡ് ഫോസ്റ്റർ കെയർ ഫണ്ട്. സോ ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടെ സ്പോൺസർഷിപ്പ് സാങ്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്യുക, അതുപോലെ ഫോസ്റ്റർ കെയറിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സ്പോൺസർഷിപ്പ് ആൻഡ് ഫോസ്റ്റർ കെയർ അപ്രൂവൽ കമ്മിറ്റി എന്ന് പറയുന്നത്, SFCAC എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ബ്ലോക്ക് ലെവൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി ഉണ്ട്, വില്ലേജ് ലെവൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റീസ് ഉണ്ട്. അടുത്ത സ്റ്റേറ്റ് ലെവൽ വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഉണ്ട്. ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീം ഇൻ സ്റ്റേറ്റ് ആണ്. മറ്റേത് ഡിസ്ട്രിക്റ്റിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് ഏത്, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിലുള്ള, ഇത് സ്റ്റേറ്റ് ലെവലിലുള്ളതാണ്. അത് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീം ഇൻ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സസ് ഏജൻസീസ്. സോ സ്റ്റേറ്റിലുള്ള ഈ ICPSൻ്റെ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി ഉണ്ട്. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇതും DCPS നമ്മൾ പറഞ്ഞ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് ടു ചൈൽഡ് വെൽഫെയർ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയും കൂടെ ചേർന്നിട്ടാണ്. സോ CWC in carrying out the process of rehabilitation and social reintegration of all children through sponsorship, foster care, in-country and inter-country adoption. സോ CWCക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്, സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയും DCPSും കൂടെ ചേർന്നിട്ടാണ് ടെക്നിക്കൽ സപ്പോർട്ടുകൾ കൊടുക്കുന്നത്. ഇനി അത് എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് റീഹാബിലിറ്റേഷൻ, CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അല്ലേ, സോ ഇവിടെയുള്ള വരുന്ന കുട്ടികൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം, സ്പോൺസർഷിപ്പ് എങ്ങനെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഫോസ്റ്റർ കെയർ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻ കൺട്രി ആണ് നമ്മുടെ കൺട്രിയിലുള്ളവർക്ക് തന്നെ സ്പോൺസർ ചെയ്യാമോ, അല്ലെങ്കിൽ ഇൻ്റർ കൺട്രി പുറത്തുള്ള CARA പറയല്ലേ, സെൻട്രൽ അഡ്വക്കസി, പുറത്തുള്ള രാജ്യക്കാർക്ക് അഡോപ്ഷൻ പോസിബിൾ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയാണ്. സോ ഇവിടുത്തെ ഇത് ചെയർപേഴ്സൺഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ചെയർപേഴ്സൺഷിപ്പിലാണ് ഈ ഒരു സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഡീലിംഗ് വിത്ത് ICPS ടു മോണിറ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ. സോ ഇവിടെ ICPSനെ മോണിറ്റർ ചെയ്യുകയാണ്. സോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി, സോ അതുപോലെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. ഇനി സ്റ്റേറ്റ് അഡോപ്ഷൻ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. പ്രൊമോട്ട്, ഇംപ്ലിമെൻറ്റ്, സൂപ്പർവൈസ് ആൻഡ് മോണിറ്റർ ദ ഫാമിലി ബേസ്ഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രാംസ് ഇൻക്ലൂഡിംഗ് sponsorship, foster care in country and inter country adoption at state level. സോ ഇവിടെ ഈ സ്റ്റേറ്റ് അഡോപ്ഷൻ അഡ്വൈസറി കമ്മിറ്റിയിൽ പല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും, ഫോസ്റ്റർ കെയറിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സ്കീംസുകളും പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിനെ സൂപ്പർവൈസ് ചെയ്ത് മോണിറ്റർ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് സ്റ്റേറ്റ് അഡോപ്ഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ പലതരത്തിലുള്ള നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോഗ്രാംസുകൾ വരാം, നമ്മൾ പറഞ്ഞതുപോലെ ഫോസ്റ്റർ കെയർ, ഇൻ കൺട്രി, ഇൻ്റർ കൺട്രി, സോ അങ്ങനെയുള്ള അഡോപ്ഷൻ സ്റ്റേറ്റ് ലെവലിലുള്ള അഡോപ്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് സ്റ്റേറ്റ് അഡോപ്ഷൻ അഡ്വൈസറി കമ്മിറ്റി. ഇനി അടുത്ത റീജിയണൽ ലെവലിൽ വരുന്നതാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിവിഷൻ ഇൻ ദ 4 റീജിയണൽ സെൻറ്റേഴ്സ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, NIPCCD എന്ന് പറയും. സോ ഈ NIPCCD ആണ് facilitate training, capacity building, research and documentation and data management on child protection at regional level. So regional level ഈ കുട്ടികളുടെ ട്രെയിനിങ്ങിനും ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ആൾക്കാർ ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ചുകളും കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമുകളും, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റീജിയണൽ ലെവലിൽ നടത്തുന്നതാണ് NIPCCD എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ ഇന്ത്യയിൽ 4 റീജിയണൽ സെൻറ്റേഴ്സാണ് ഉള്ളത്, ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 റീജിയണൽ സെൻറ്റേഴ്സാണ് ഉള്ളത്. സോ NIPCCD എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള റീജിയണൽ ലെവലിലുള്ള
ഇതാണ് NIPCCD എന്ന് പറയുന്നത്. സോ ഇതിന് 4 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. ബാംഗ്ലൂർ, ഗുവാഹത്തി, ഇൻഡോർ ആൻഡ് ലക്നൗ റെസ്പെക്റ്റീവ്ലി. ഇനി 4 റീജിയണൽ സെൻറ്റേഴ്സ് ചൈൽഡ് ലൈൻ ഫൗണ്ടേഷൻ എന്ന് പറയും. ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ചൈൽഡ് ലൈൻ, അത് 4 റീജിയണൽ സെൻറ്റേഴ്സിലാണ്. അത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ ആൻഡ് ചെന്നൈ. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ടേക്ക് അപ്പ് ദ നോഡൽ റെസ്പോൺസിബിലിറ്റി. സോ ഇത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആണ്. ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയും. സോ ഇനി ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ ആണ്. അതിന് 4 റീജിയണൽ സെൻറ്റേഴ്സ് ആണുള്ളത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ ആൻഡ് ചെന്നൈ ആണ്. നമ്മൾ ചൈൽഡ് ലൈൻ ഇന്ത്യൻ ഫൗണ്ടേഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. സോ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഇനി ഈ സെൻറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ദ ചൈൽഡ് ലൈൻ സർവീസസ് ടു ഓൾ ഡിസ്ട്രിക്ട് ഇൻ ദ സ്റ്റേറ്റ് കവേർഡ് ബൈ ഈച്ച് റീജിയൻ. സോ ചൈൽഡ് ലൈൻ സർവീസസ് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ റീജിയനിലും എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. മോണിറ്റർ ദ ചൈൽഡ് ലൈൻ സർവീസ് ഇൻ ഓൾ ഡിസ്ട്രിക്ട് ഇൻ ദ സ്റ്റേറ്റ് കവേർഡ് ബൈ ഈച്ച് റീജിയൻ. സോ അതുപോലെ ചൈൽഡ് ലൈൻ സർവീസ് മോണിറ്റർ ചെയ്യുക. അണ്ടർടേക്ക് അഡ്വക്കസി, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഓൺ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇഷ്യൂസ് ഇൻ ദ റീജിയൻ. അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ റിസർച്ചുകളൊക്കെ നടത്തുക എന്നുള്ളതാണ്. ഇനി അടുത്തത് റീജിയണൽ ലെവലിൽ തന്നെ നാഷണൽ ലെവലിലുള്ള ചൈൽഡ് ലൈൻ ഇന്ത്യൻ ഫൗണ്ടേഷനെ കുറിച്ചാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. 1999 ചൈൽഡ് ലൈൻ ആദ്യമായിട്ട് നിലവിൽ വന്നത്. നോഡൽ ഏജൻസി ഫോർ ചൈൽഡ് ലൈൻ സർവീസസ്. ചൈൽഡ് ലൈൻ സർവീസ് നടത്തുന്ന ഏജൻസിയാണ് ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. To initiate and monitor the performance of child line services in cities and districts. So ചൈൽഡ് ലൈൻ സർവീസ് സിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലുള്ളത് കാര്യങ്ങളെല്ലാം നാഷണൽ ലെവലിൽ നോക്കുന്നതിനെയാണ് നമ്മൾ ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. To conduct training, sensitization, research and advocacy at the national level on child protection issues. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇഷ്യൂസ് നാഷണൽ ലെവലിൽ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള റിസർച്ചുകളും ട്രെയിനിങ്ങും അഡ്വക്കസീസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ് ചൈൽഡ് ലൈൻ ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അണ്ടർ ദ ICPS CIF ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ ഷാൽ ബി ഗിവൺ ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ NGO ഫോർ റണ്ണിങ് ചൈൽഡ് ലൈൻ സർവീസ് ഇൻ ദ കൺട്രി. ICPS സ്കീമിൻ്റെ കീഴിൽ CIFന് എന്ത് കൊടുത്തു? സ്റ്റാറ്റസ് കൊടുത്തു. മദർ NGO എന്ന് പറയുന്ന സ്റ്റാറ്റസ് കൊടുത്തു. എന്തിനാണ്? അതിലൂടെ ചൈൽഡ് ലൈൻ കൺട്രിയിൽ ത്രൂ ഔട്ടായിട്ട് ചൈൽഡ് ലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ NIPCCD. സോ ഇതിലൂടെയാണ് പല റിസർച്ചുകളും ചൈൽഡ് പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന റിസർച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഈ കൺട്രിയിൽ നടത്തുന്ന ഏജൻസിയാണ് NIPCCD എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഫോർ ക്യാരിയിങ് ഔട്ട് ഓൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ്. ഒരു കൺട്രിയിൽ നടക്കുന്ന ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും അതിൻ്റെ റിസർച്ച് ആക്ടിവിറ്റീസും എല്ലാം നടത്തുന്നതാണ് NIPCCD എന്ന് പറയുന്നത്. അടുത്ത സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി നമ്മൾ പറഞ്ഞായിരുന്നു. സോ സെൻട്രൽ അതോറിറ്റി ഇൻ ഓൾ മാറ്റേഴ്സ് കൺസേണിങ് അഡോപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അല്ലെങ്കിൽ നടത്തുന്നതാണ് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെക്കുറിച്ച്. സോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അപ്പോയിൻറ്റഡ് ആസ് എ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ബൈ ദ JJ ആക്ട്. സോ CWC എന്ന് പറയുന്നത് ഒരു നിയമാനുസൃതമായിട്ടുള്ള ഒരു ബോഡിയാണ്. ഏത് അതോറിറ്റിയുടെ പേരിലാണ്? JJ ആക്ടിൻ്റെ കീഴിൽ വരുന്ന കുട്ടികൾ, അതിൽ കുട്ടികളുടെ നീഡ് ആൻഡ് കെയർ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. JJ ആക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. സോ അപ്പോൾ അതിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി വരുന്ന ഒരു നിയമാനുസൃതമായിട്ടുള്ളൊരു ബോഡിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. A child can be brought before the committee or a member of the committee by a police officer, any public servant, child line personnel, any social worker or public spirited citizen or by the child himself or herself. So ഈ ഒരു JJ ആക്ടിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിൽ ആ കുട്ടിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആരായിരിക്കാം? ആർക്കൊക്കെ കൊണ്ടുവരാം? ഒരു പോലീസ് ഓഫീസറിന് ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ കുട്ടി എതിരായിട്ട് ചൂഷണം നടക്കുന്നു എന്ന് തോന്നിയാൽ അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻറ്റിന് വരാം, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ലൈനിലുള്ള ഒരു പേഴ്സണൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വരാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു പബ്ലിക്
സ്പിരിറ്റഡ് സിറ്റിസൺ, ഒരു സാധാരണ ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ ചൈൽഡിന് സ്വയമായിട്ട് എന്ത് ചെയ്യാം, വരാം. സോ അതാണ് അങ്ങനെ ഈ ഇത്രയും ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് എല്ലാം എന്ത് ചെയ്യാം, ആ കുട്ടിയുടെ പേരിൽ കൊണ്ടുവരാം. അങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിൽ ഹാജരാക്കാൻ പറ്റും. The CWC usually send the child to children home while the inquiry in the case is conducted for the protection of the child. സോ ഒരു കേസ് നടക്കുന്നു അല്ലെങ്കിൽ ഒരു കൊച്ചൊരു കുറ്റകൃത്യം ചെയ്തു. സോ ആ കേസ് നടക്കുന്ന സമയത്ത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കുട്ടി എന്ത് ചെയ്യാം, ഒരു പ്രൊട്ടക്ഷൻ ഹോമിലോട്ട് കുട്ടി അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോമിലോട്ട് കുട്ടിയെ മാറ്റാനുള്ള അധികാരം എന്തുണ്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഉണ്ട്. The Child Welfare Committee meet the interview the child to learn his or her background information and also understand the problem the child is facing. സോ ഇവിടെ ഉള്ള ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം, കുട്ടിയെക്കുറിച്ച് പഠിക്കാം, ഇൻ്റർവ്യൂസ് നടത്താം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു, സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ആ കുട്ടി എന്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നൊന്നുമുള്ള കാര്യങ്ങളല്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നടത്താം. The probation officer in charge of the case must also submit regular report of the child. സോ ഈ കുറ്റകൃത്യം ചെയ്ത കുട്ടിയെക്കുറിച്ചുള്ള റെഗുലർ റിപ്പോർട്ട്സ് എന്ത് ചെയ്യണം, ആരാണ് കൊടുക്കേണ്ടത്, ഈ CWCക്ക് പ്രൊബേഷൻ ഓഫീസറാണ് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. The purpose of the CWC is to determine the best interest of the child and find the child a safe home and environment either with his or her original parents or adoptive parents or foster care or in an institution. സോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് കുട്ടിയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവനാവശ്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ളൊരു ഹോം ഏതാണ്, സോ അവൻ്റെ അത് ഒറിജിനൽ പാരൻസുമായിട്ടാണോ അല്ലെങ്കിൽ അഡോപ്റ്റീവ് പാരൻസുമായിട്ടാണോ അല്ലെങ്കിൽ ഫോസ്റ്റർ കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ കുട്ടിയെ ഇതാക്കേണ്ടത്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. ഫൈനൽ ഓർഡർ മസ്റ്റ് ബി ഗിവൺ വിത്തിൻ 4 months ഓഫ് ദ അഡ്മിഷൻ ഓഫ് ദ ചൈൽഡ് ബിഫോർ ദ CWC. സോ ഒരു കുട്ടിയെ ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സോ അപ്പം ഒരു 4 മാസത്തിൻ്റെ അകത്ത് ആ കുട്ടിയെക്കുറിച്ചുള്ള ഫൈനൽ റിപ്പോർട്ട് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കണം. ദ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓൾസോ ഹാസ് പവേഴ്സ് ടു ഹോൾഡ് പീപ്പിൾ അക്കൗണ്ടബിൾ ഫോർ ദ ചൈൽഡ് സച്ചസ് ഇൻ ദ കേസ് ഓഫ് ചൈൽഡ് ലേബർ ദ എംപ്ലോയേഴ്സ് ആർ ഫൈൻഡ് ഓർ മെയ്ഡ് ടു ഗിവ് ബോണ്ട് ടു ദ ചിൽഡ്രൻ. സോ അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കുള്ള ഒരു അധികാരമാണ്. സോ ഈ ഏതെങ്കിലും ഒരു കുട്ടിയെ ചൈൽഡ് ലേബറിൽ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു ബോണ്ടഡ് ലേബറിൽ ഏൽപ്പിച്ചാൽ ആ എംപ്ലോയേഴ്സിന് കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ അവരെ ഫൈൻ ചെയ്യാനുള്ളയൊക്കെ അധികാരം CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഉണ്ട്. ഇനി ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വരുന്ന സ്പെസിഫിക് കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസ് ആണ് സറണ്ടേർഡ് ചിൽഡ്രൻസോ കുറ്റകൃത്യം ചെയ്ത് സറണ്ടേർഡ് ആയിട്ടുള്ള കുട്ടികൾ, സോ അബൻഡൻഡ് ചൈൽഡ് ആൻഡ് മിസ്സിംഗ് ചൈൽഡ് ആൾക്കാർ ഉപേക്ഷിച്ച അല്ലെങ്കിൽ കാണാതായ കുട്ടികൾ. പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഫോർ ഡിക്ലെയറിങ് എ ചൈൽഡ് ഫ്രീ ഫോർ അഡോപ്ഷൻ. സോ അഡോപ്ഷന് തയ്യാറല്ല, അഡോപ്ഷൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ കുട്ടി ആരുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി അഡോപ്ഷനിലോട്ട് കൊടുക്കാമെന്നുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്ത ഒരു കുട്ടിയായിരിക്കാം. ചൈൽഡ് ഓഫ് പാരൻസ് കൺസിഡേർഡ് അൺഫിറ്റ് ഫോർ ദെയർ കെയർ. സോ പാരൻസിന് നോക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ അവർ നോക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല അല്ലെങ്കിൽ ഉപദ്രവം അങ്ങനെയുള്ളവരെ കുട്ടികൾ. ഇനി അടുത്ത ചൈൽഡ് മാരേജ്, വർക്കിംഗ് ചൈൽഡ്, ചൈൽഡ് ബെഗർ, സ്ട്രീറ്റ് ചൈൽഡ്, ചൈൽഡ് ട്രാഫിക്ഡ് ഫോർ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൈൽഡ് ഹു ഈസ് വിക്ടിം ഓഫ് അബ്യൂസോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വരുന്ന കുട്ടികളെ എന്ത് ചെയ്യാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിൽ നോക്കാം. ചൈൽഡ് ഹു ഈസ് മെൻ്റലി ഓർ ഫിസിക്കലി ചാലഞ്ച്ഡ്, ചൈൽഡ് എഫക്റ്റഡ് ബൈ HIV ഓർ AIDS. ഇനി ഫങ്ഷൻസ് ആണ്. Take cognizance of and receive children produced before the committee. സോ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരിക. ആ കുട്ടിയെ റിസീവ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. ആ കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള സോ ആ കുട്ടിയെ എന്തിനാണ് അവിടെ കൊണ്ടുവന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കവിടെ ഉണ്ടായിരിക്കണം. എന്ത് കുറ്റകൃത്യം ചെയ്തിട്ടാണോ അല്ലെങ്കിൽ എന്തിൻ്റെ കാരണം കോഗ്നിസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അറിവ് അല്ലെങ്കിൽ അതിന് ആ കുട്ടി എന്തിനും അവിടെ കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അതൊരു CWCയുടെ ഫംഗ്ഷനാണ്. ഡിസൈഡ് ഓൺ ദ മാറ്റേഴ്സ് ബ്രോഡ് ബിഫോർ ദ കമ്മിറ്റി. സോ ഏത് മാറ്ററിൻ്റെ ബേസിസിലാണ് കമ്മിറ്റിയിൽ എത്തിയത് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. റീച്ച് ഔട്ട് ടു സച്ച് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഹു ആർ നോട്ട് ഇൻ പൊസിഷൻ ടു ബി പ്രൊഡ്യൂസ് ബിഫോർ ദ കമ്മിറ്റി.
സോ അതുപോലെ തന്നെ കമ്മിറ്റിയുടെ ഫ്രണ്ടിൽ എത്തിക്കാൻ പറ്റാത്ത കുട്ടികളിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കെയർ ആവശ്യമുള്ള കുട്ടികളിലോട്ടും ഇതിൻ്റെ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക. കണ്ടക്ട് നെസസറി ഇൻക്വയറി ഓൺ ഓൾ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ആൻഡ് എഫക്റ്റിംഗ് ദ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദ ചൈൽഡ്. അതുപോലെ ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തണം. കുട്ടികളുടെ സേഫ്റ്റിയായിട്ട് അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൈൽഡ് വെൽഫെയറുമായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനാവശ്യമുള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. അത് റിസർച്ചിലൂടെ പല സ്കീമുകളിലൂടെയൊക്കെ ചെയ്യുക. ഇനി ഡിക്ലെയർ എ ചൈൽഡ് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ. സോ ഒരു കുട്ടിയെ ലീഗലി എന്താണ് ഫ്രീ ആണ്, അഡോപ്റ്റ് ചെയ്യാൻ ഫ്രീ ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യാൻ അധികാരമുള്ളത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. ഇനി മെയിൻറ്റെയിൻ ലിയേഷൻ വിത്ത് ദ ജെ ബോർഡ് ഇൻ റെസ്പെക്ട് ഓഫ് കേസസ് നീഡിങ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ലിയേഷൻ എന്ന് പറയുന്ന ബന്ധം, ഒരു ജെ ബോർഡ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. എന്തെങ്കിലും കേസിൽ വരുന്ന കുട്ടികൾക്ക് അവർക്ക് കെയറിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തമ്മിൽ എന്ത് ചെയ്യുക, അവർ തമ്മിൽ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഡയറക്ട് ദ ചൈൽഡ് വെൽഫെയർ ഓഫീസേഴ്സ് ഓർ പ്രൊബേഷൻ ഓഫീസേഴ്സ് ഓർ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ടു കണ്ടക്ട് സോഷ്യൽ ഇൻക്വയറീസ്. അതുപോലെ ഈ ചൈൽഡ് വെൽഫെയർ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസേഴ്സിന് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനെയൊക്കെ ഇങ്ങനെ സോഷ്യൽ ഇൻക്വയറി, പുതിയ എന്തൊക്കെ കാര്യങ്ങൾ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. അവർക്കൊരു നേർവഴി കാണിച്ചു കൊടുക്കുക. ഈ വഴി പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, സോ ഇങ്ങനെയുള്ളത് തിരക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഓഫീസേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസാണ്. എൻഷുർ നെസസറി കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡിങ് ഇമ്മീഡിയറ്റ് ഷെൽട്ടർ. സോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലൂടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കെയർ പ്രൊട്ടക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ഷെൽട്ടർ, ആരോരുമില്ലാത്ത കുട്ടികൾക്ക് പെട്ടെന്നൊരു ഷെൽട്ടർ ചെയ്ത് കൊടുക്കുക. ഫോസ്റ്റർ കെയർ, SOS വില്ലേജ് പോലുള്ള, സോ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക. Ensure appropriate rehabilitation, restoration, including passing necessary directions to parents or guardians or fit persons or fit institutions. സോ ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റുള്ള റിഹാബിലിറ്റേഷൻ, അവരെ റീസ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങൾ, സോ ഇനി എന്തൊക്കെ ഡയറക്ഷൻസ് കൊടുക്കാം, അത് പാരൻസിനാണെങ്കിൽ അല്ലെങ്കിൽ ഗാർഡിയൻസിനാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ, സോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. സോ ഇനി അടുത്ത ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ്. ദ പർപ്പസ് ഓഫ് എ സെപ്പറേറ്റ് കോർട്ട് ഈസ് സോഷ്യോ ലീഗൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റീഫോർമേഷൻ, നോട്ട് പണിഷ്മെൻറ്റ്. സോ നമ്മൾ പറഞ്ഞല്ലേ, കുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു കോർട്ടാണ് അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു ആക്ട് ആണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. സോ അത് എന്തിനാണ് അവിടെ കൊണ്ടുവന്നത്, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് കോർട്ട് എന്ന് പറയുന്നൊരു പർപ്പസ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ്, അവരെ സോഷ്യലി അല്ലെങ്കിൽ ലീഗലി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിഫോർമേഷൻ നടത്താൻ, അല്ലാതെ അവരെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല. അവർ ചെയ്തത് അവരുടെ പ്രായത്തിൻ്റെ ഒരു ഇതിലായിരിക്കാം. സോ അപ്പോൾ അവരെ പണിഷ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. അവരറിയാതെ ചെയ്ത 18 വയസ്സിൽ താഴെയുള്ളവർ നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ ജുവനൈൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഭാവിയിൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവരെ പണിഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു സ്പെഷ്യൽ കോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. The JJB consists of Metropolitan Magistrate or a Judicial Magistrate of the first class and 2 social workers, at least one of whom should be a woman. So Juvenile Justice Board-ൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. ഇവിടെ ആരൊക്കെയുണ്ട്, ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയും. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്ന് പറയും. പിന്നെ 2 സോഷ്യൽ വർക്കേഴ്സും, അതിൽ ഒരാൾ എന്തായിരിക്കണം, അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി വിമൻ. ആ 2 സോഷ്യൽ വർക്കേഴ്സിൽ ഒരാൾ വിമൻ ആയിരിക്കണം. സോ ഇതാണ് ഒരു JJB ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ പോലീസ് ഹാവ് 24 hours ടു പ്രൊഡ്യൂസ് എ ചൈൽഡ് ബിഫോർ ദ കോർട്ട് വൺസ് ഹീ ഈസ് അറസ്റ്റഡ്. സോ ഇപ്പോൾ 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം, പോലീസ് കുട്ടിയെ അവിടെ ഹാജരാക്കണം. അവർ അറസ്റ്റ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനകം കുട്ടിയെ ആ ഒരു JJ ബോർഡിൽ പ്രൊഡ്യൂസ് ചെയ്യണം. JJB ആർ മെയ്ഡ് ടു റിസോൾവ് കേസസ് വിത്തിൻ എ 4-month പീരീഡ്. സോ ഈ 4 മാസത്തിൻ്റെ അകത്ത് ഈ കേസ് എന്ത് ചെയ്യണം, തീർപ്പാക്കണം.
Once the child has been brought before the JJB, he or she registered into the closest observation home. Most circumstances, the juvenile can be released on bail by the JJB. So, ഒരു കുട്ടിയെ ഒരു കുറ്റകൃത്യം ചെയ്ത് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്താൽ ആദ്യം അവനെ എവിടെയാണ് ഏറ്റവും അടുത്തുള്ള ഒബ്സർവേഷൻ ഹോമിലായിരിക്കും വിടുന്നത്. ചില സർക്കംസ്റ്റൻസിൽ എന്തിൽ ജാമ്യം അപേക്ഷിച്ച് ജാമ്യത്തിൽ വിടാറുണ്ട്. The home probation officer in charge will also submit a report. സോ ആ ഹോമിലുള്ള പ്രൊബേഷൻ ഓഫീസറാണ് ആ കുട്ടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ബേസ്ഡ് ഓൺ ദ പോലീസ് ആൻഡ് പോലീസ് ഓഫീസേഴ്സ് റിപ്പോർട്ട്, ദ JJB calls for the child's plea. സോ ഒരു പോലീസ് ഓഫീസറിന് അല്ലെങ്കിൽ ഒരു പ്രൊബേഷൻ ഓഫീസേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ത് ചെയ്യും, കുട്ടിയെ വിളിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ചൈൽഡ് പ്ലീസ് അപേക്ഷ എന്ന് പറയും, കുട്ടിയുടെ അപേക്ഷ സ്വീകരിക്കും. ഇഫ് ദ ചൈൽഡ് പ്ലീഡ്സ് ഗിൽറ്റി, ദ JJB വിൽ പാസ് അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് ഫോർ ദ ചൈൽഡ്. സോ കുട്ടി ഇപ്പം ഗിൽറ്റി ആയിട്ട് അപേക്ഷിക്കുന്നത് ഗിൽറ്റി ആയിട്ട് അതിന് ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് അതിനനുസരിച്ചുള്ള അറിയാതെ പറ്റിപ്പോയതാണെങ്കിൽ അതിലൊരു ഗിൽറ്റി ഉണ്ടെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. The juvenile pleads not guilty, the JJB must further investigate by calling, witnessing and accusers to testify before the court. സോ ഇതിൽ ഗിൽറ്റി ഒരു വിഷമമില്ല അല്ലെങ്കിൽ ഗിൽറ്റി ഫീൽ ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ, ആ ജുവനൈൽ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പുതിയ വിറ്റ്നസ്സുകൾ ഇത് ചെയ്ത കാര്യങ്ങൾ അക്യൂസേഴ്സ് ചെയ്തത് ശരിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർട്ടിന് മുമ്പിൽ ടെസ്റ്റിഫൈ ചെയ്യും. The purpose of a separate court is that its purpose is socio-legal rehabilitation. സോ ഇത് നമ്മൾ പറയാനല്ലേ, റിഫോർമേഷൻ, നോട്ട് പണിഷ്മെൻറ്റിന് വേണ്ടിയല്ല ഇങ്ങനൊരു സിസ്റ്റം. ദ JJB കൺസിസ്റ്റ്, സോ ഇത് നമ്മൾ പറഞ്ഞതാണ്, സോറി. സോ ഇനി അടുത്ത ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആണ്. ഡിസ്ട്രിക്റ്റിലുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ റോൾസ് ആണ് പറയുന്നത്. എൻഷുർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് JNK-JJ ആക്ട്. JNK ജമ്മു ആൻഡ് കാശ്മീർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്സ് ആണ് 2013. അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ബൈ സപ്പോർട്ടിംഗ് ക്രിയേഷൻ ഓഫ് അഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബൈ സെറ്റിംഗ് അപ്പ് JJB, CWC, SJPUs ആൻഡ് ഹോംസ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. സോ ഈ ഒരു ആക്ട് പ്രകാരം പല ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് പറഞ്ഞത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ്. സോ അങ്ങനെയുള്ള ഓരോ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യണം, കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇനി ഐഡൻറ്റിഫൈ ഫാമിലീസ് അറ്റ് റിസ്ക് ആൻഡ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. സോ ആവശ്യമുള്ള കുട്ടികളെ തിരിച്ചറിയുക. അസസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് ആൻഡ് ക്രിയേറ്റിംഗ് ഡിസ്ട്രിക്ട് സ്പെസിഫിക് ഡേറ്റാബേസസ് ടു മോണിറ്റർ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ ഓഫ് ചിൽഡ്രൻ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് ടു ഡെവലപ്പ് നീഡ് ബേസ്ഡ് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ. സോ ഡേറ്റാബേസ് കറക്റ്റ് ഒരു കുട്ടികളുടെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റാബേസസ് ഒക്കെ DNA വെച്ചിട്ടുള്ള ഡേറ്റാബേസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്ലാനിൽ വരുന്നതാണ്. ഇങ്ങനത്തെ കുട്ടികളുമായിട്ട് അവരുടെ DNA വെച്ചുകൊണ്ട് ഏതൊക്കെ പല സർക്കംസ്റ്റൻസസിലുള്ള കുട്ടികൾ അവർ ഡിഫിക്കൽട്ട് ഏരിയാസിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത് ഈ ഒരു DCPU ആണ്. Periodic and regular mapping of all child-related services at district for creating a resource directory and making the information available to the CWC, Child Welfare Committee and JJB. So, periodic ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഓരോ കാര്യങ്ങളും കണ്ടെത്തി അതിൻ്റെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കേണ്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ആ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആണ്. ഇനി ഇംപ്ലിമെൻറ്റ് ഫാമിലി ബേസ്ഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസസ് ഇൻക്ലൂഡിങ് സ്പോൺസർഷിപ്പ് ആൻഡ് ആഫ്റ്റർ കെയർ. സോ ഫാമിലി ബേസ് അല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ആഫ്റ്റർ കെയർ എന്തൊക്കെ കൊടുക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് DCPU ആണ്.